പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്ത് കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവെ, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വമൊക്കെ പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മാനസാന്തരത്തിൻ്റെ 2 തലങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്, അത് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കണില്ല. അത് ധൂർത്തപുത്രൻ്റെ മാനസാന്തരമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ അകത്ത് വരുന്നൊരു വിഷയമാണ്, അദ്ദേഹം വാക്കാലുള്ളൊരു മാനസാന്തരമാണ്. പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്ക ഈ യോഹന്നാനും മാനസാന്തരത്തിൻ്റെ 2 വേർഷൻസ് അവതരിപ്പിക്കുന്നുണ്ട്.
വൃദ്ധപുത്രൻ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ദൈവത്തോട് ഐക്യപ്പെടുന്ന മനുഷ്യൻ്റെ പ്രതീകമായി ഈശോ പറഞ്ഞ കഥയുടെ പ്രധാന കഥാപുരുഷനായിട്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് മുഴുവനും ആശയപരമായ കാര്യങ്ങളാണ്. ഞാൻ അങ്ങയ്ക്കും സ്വർഗത്തിനുമെതിരെ പാപം ചെയ്തു, അങ്ങനെ പുത്രനെന്ന് പേരിന് പോയി ഞാൻ യോഗ്യനല്ല, അങ്ങനെ ദാസവ എന്നെ സ്വീകരിക്കണമേ, എല്ലാം വാക്കുകളാണ്. നാളെ അദ്ദേഹം അത് ചെയ്യുമായിരിക്കും. അപ്പം ആ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് കർത്താവിൻ്റെ കഥ മുന്നോട്ട് പോണത്. പക്ഷേ സുവിശേഷത്തിലെ വാക്കുകളൊന്നും പറയാതെ നിശബ്ദമായ പ്രവൃത്തികളിലൂടെ തൻ്റെ മാനസാന്തരം അറിയിക്കുന്ന ഒരാളാണ് ബെഥനിയിലെ മറിയം എന്ന് പറയുന്നത്. നമ്മൾ വിശുദ്ധവാരത്തിലെ പള്ളികളിലെ ബെഥനിയയിലെ മറിയത്തെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്. സുവിശേഷത്തിലെ അനുദിന സുവിശേഷത്തിലെ ബെഥനിയിലെ മറിയം, ഈശോ ബെഥനിയിലെ മറിയത്തിൻ്റെ ലാസറിൻ്റെ വീട്ടിൽ വരുമ്പോൾ മറിയം എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. മറിയം 300 ദിനാറ വിലപിടിപ്പുള്ള ഒരു വർഷത്തെ മുഴുവനും കഠിനാധ്വാനത്തിൻ്റെ പണം മുഴുവനും കൊണ്ട് വാങ്ങിയ നാർദിൽ സുഗന്ധതൈലം കർത്താവിൻ്റെ കാലുകളിൽ പൂശും. എന്നിട്ട് തലമുടി കൊണ്ട് അത് തുടക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും മിണ്ടത്തില്ല മറിയം, ശാന്തമായിട്ടാണ് ചെയ്യണത്. ചിലപ്പോഴും അവളുടെ കണ്ണ് നിറഞ്ഞു കാണും. കണ്ണീരും നാർദിൽ സുഗന്ധത്തിൻ്റെ കൂടെ കർത്താവിൻ്റെ കാൽക്കൽ വീണ് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കാൻ വിട്ടുപോയതാണ് അവളുടെ ഒരു കുഴപ്പം. കർത്താവ് ഒരാഴ്ചക്ക് മുമ്പ് അവരുടെ വീട്ടിൽ വന്നതാണ്. ലാസർ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴേ. പക്ഷെ അന്ന് മറിയം എല്ലാവരും ഓടിപ്പോയി കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് കർത്താവിനെ സ്വീകരിച്ചപ്പോഴും ബൈബിൾ പറയുന്നുണ്ട് മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. യോഹന്നാൻ 11:20 യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മാർത്ത ചെന്ന് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ മാർത്തയുടെ കൂടെ മറിയത്തെ അവതരിപ്പിക്കണമല്ലോ. അപ്പോൾ യോഹന്നാന് സത്യം പറയാതിരിക്കാൻ പറ്റിയില്ല. എഡിറ്റ് ചെയ്യാതെ ഒരു നയവും ഇല്ലാതെ യോഹന്നാൻ പറഞ്ഞു മറിയം ഉണ്ടായിരുന്നു, പക്ഷെ മറിയം എഴുന്നേറ്റ് വന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവൾ എഴുന്നേറ്റ് വന്നില്ല എന്ന് തന്നെയല്ല, അവർക്കൊരു പണിയില്ലാതെ വീട്ടിൽ തന്നെ ഇരുന്നെന്നാണ് പറയണത്. അതിൽ നന്ദികേടായിരുന്നു ശരിക്കും പറഞ്ഞു. ഇവളങ്ങനെ കാണിച്ചത് നമുക്ക് പറയാം കർത്താവിനുള്ള സ്നേഹം കൊണ്ടാണ്. ഇപ്പോൾ കൂടുതൽ സ്നേഹമുള്ളവർ ചില സമയത്ത് കർത്താവ് ലാസർ ക്ഷീണമായിട്ട് കിടന്നപ്പോൾ മാർത്ത ആളയച്ചെങ്കിൽ ഇവരൊത്തിരി പ്രതീക്ഷിച്ചായിരുന്നു കർത്താവ് വരുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പം ചില പറഞ്ഞ് അപ്പം അവസാനം വരാതെ മരിച്ചു പോയില്ലേ. അപ്പം ആൾക്കാർ പറഞ്ഞ് അടക്കത്തിനെങ്കിലും ഈശോ വരാതിരിക്കത്തില്ല എന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒത്തിരി കണ്ണ് നൊന്ത് കൊതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എന്തെല്ലാം സംഭവിച്ചാലും ഈശോ വന്ന അവരുടെ ഒരു ഏറ്റവും കണ്ണീരിൻ്റെ ഒരു സമയമാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പക്ഷേ ഈശോ വന്നില്ല. അതുകൊണ്ട് മറിയത്തിന് ഭയങ്കര സങ്കടവും ഉള്ളിലെ ദേഷ്യമാണ്. അതുകൊണ്ടാണ് അവൾ വരാതിരുന്നത്. പക്ഷെ നമുക്കങ്ങനെയൊക്കെ കാണിക്കാം, പക്ഷേ ഈശോയോട് കാണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഈശോ എന്ത് ചെയ്യുമെന്ന് നമുക്കൊരു പിടിയില്ല. അതാണ് പ്രശ്നം. ഇവൾ വിചാരിച്ചത് ഇത് കുഴിച്ചു മുഴിയപ്പോൾ ലാസറിൻ്റെ സംഭവം തീർന്നെന്നാണ്. കാര്യം ഈശോ വന്നില്ലല്ലോ. നമ്മുടെ പലപ്പോഴും നമുക്ക് വരുന്നൊരു അബദ്ധം, ചില ആൾക്കാർ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ ചില കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ എന്നാത്തിനാ പ്രാർത്ഥിച്ചിട്ട് ഇതല്ലേ ഗതി എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലാ, കോളേജിൽ അല്ലെങ്കിൽ വിസ പാസ്സായില്ലെങ്കിലാ ഉടനെ ഇവർ ദൈവത്തോട് ഇതുപോലെയുള്ള ഒരു സ്ട്രൈക്ക് കാണിക്കും. എന്നാത്തിനാ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും കയറിപ്പോയി, ഞാൻ മാത്രം കരയിലായെന്ന് പറയും. അപ്പോൾ അതിൻ്റെ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഈ ടൈപ്പാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമല്ലോ. അതാണ് ഏറ്റവും വലിയ. നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് അഭ്യാസം കാണിക്കാൻ നിൽക്കരുത്. കാര്യം നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയാമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പറയണ പാട്ട് നിൽക്കത്തില്ല ഇത്. കാര്യം എന്താ? ഈശോയ്ക്ക് അറിയാം എപ്പോഴാണ് വരേണ്ടതെന്ന്. നിനക്ക് എപ്പോഴാണ് ജോലി കിട്ടേണ്ടത്, നീ എപ്പോഴാണ് കിട്ടേണ്ടത്, നിനക്ക് എപ്പോഴാണ് കുഞ്ഞുങ്ങളുണ്ടാവേണ്ടത്, എല്ലാം ദൈവത്തിനൊരു കണക്കുണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ മനസ്സിലെ കണക്കിനോട് യോജിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ നമ്മുടെ മനസ്സ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് വേറെ ആൾക്കാരുടെ മനസ്സിലാണ് നമ്മൾ
നമ്മുടെ ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ജോലി കിട്ടി, അവർ കെട്ടിപ്പോയി, ഇവർക്ക് വിസ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരുണ്ടാക്കുന്ന ടെൻഷനല്ലേ ശരിക്കും പറഞ്ഞാൽ? ദൈവം ഉണ്ടാക്കണമല്ലല്ലോ. നാട്ടുകാരുണ്ടാക്കുന്ന ടെൻഷന് ദൈവം എന്ത് ചെയ്യാനാ? നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്തത് കൊണ്ട് നീ അവിടെ കൂടെ ചടിയതല്ലേ. ഇതുപോലെ ഉള്ള സംഭവമാണ് മാർത്തായും മറിയവും കെറിയിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു ആലപ്പുഴ ലാംഗ്വേജാണെന്ന് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ മനസ്സ് നീരസമായിട്ട് മാറി നിൽക്കത്തില്ല, സഹകരിക്കാതെ. അതിന് ഈ നാട്ടിൽ പറയുന്നൊരു വാക്കാണത്. എല്ലാവർക്കും അതറിയാവുന്ന അറിയത്തില്ല. എന്തായാലും ഇതാണ് സംഭവം. പക്ഷെ ഇതുപോലെ നമ്മൾ കാണിക്കുന്ന ദൈവത്തോട് എന്തെങ്കിലും മകളുടെ കല്യാണം നമ്മൾ ആ ചെറുക്കൻ നല്ല ചെറുക്കനാണ്, ഇവളെ പിടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ കൊമ്പത്തെ ആളാണെന്ന് പറഞ്ഞ് ചെറുക്കൻ വരുന്ന കാണുമ്പോൾ ഇവള് വലിയ സ്റ്റൈല് കാണിക്കും. അങ്ങനെ ആ കല്യാണം പോയി കിട്ടി. അമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ അത് ഇഷ്ടമായിരുന്നു. പിന്നെ ഇത് വെച്ച് ഇവളുടെ കടുത്തേക്ക് കയറാനായി, എന്നപ്പോൾ നിങ്ങൾ എന്നെ കെട്ടിക്കണേ കാണുന്നത് ഇവളുമായി. ഇങ്ങനെ പച്ചയായ മനുഷ്യൻ ഭ്രാന്തനായ മനുഷ്യനാണ്. പച്ചയായ മനുഷ്യനാണ്, പക്ഷെ പച്ചയായ മനുഷ്യൻ ഭ്രാന്തനായ മനുഷ്യനാണ് ചിലർ. ഇവളും അതുപോലെ തന്നെ അഭ്യാസം കാണിച്ചു. കാലം തള്ളിപ്പ് താർത്തില്ല. അപ്പോൾ ദൈവത്തിനല്ല നിങ്ങൾ കുറ്റം പറയേണ്ടത്. നിങ്ങൾ കാണിക്കുന്ന ഓരോരുത്തരും ചവിട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മളെ കൊണ്ട് നാശകോടാലിയാക്കണത്. ഇപ്പോൾ ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഈ സബ്ജക്റ്റ് എടുക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്താണ് ഗുമ്മുള്ള സബ്ജക്റ്റ് നോക്കി എടുക്കുകയാണ്. നാട്ടുകാരെ കേട്ട് കഴിഞ്ഞാൽ കിട്ടില്ല, തട്ട് കിട്ടുന്ന സബ്ജക്റ്റ്. എന്നാൽ ഈ സംഭവത്തിന് ചെയ്യാനുള്ള കഴിവുണ്ട് അതിൽ തന്നെ. അപ്പം ഈ ആർക്കോ വേണ്ടി ആരുടെയോ മുമ്പിലൊക്കെ ആളാകാൻ വേണ്ടി കാണിക്കുന്ന ഓരോ സംഭവങ്ങൾ. അതുകൊണ്ടല്ലേ പല ആൾക്കാർ നാട്ടിൽ പഠിക്കാത്തത്. പറയണത് എന്താണ്? ജോലി കിട്ടത്തില്ലെന്നാണ് പറയണത്. പിന്നെ അവിടെ ആരും ജോലി കിട്ടേണ്ടിയില്ല. അപ്പം അതല്ല പ്രശ്നം. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ കുറേ പേര് വെറുതെ പോയതാണ്. വിദേശത്ത് പോയില്ലേ, കുറേ പേര് വെറുതെ പോയതാണ്. അതെന്താണെന്ന് അവർക്ക് തന്നെ അറിയണേ കുറേ സമയമെടുക്കും. അതുകൊണ്ടാണ് അവർക്ക് ദൈവസംരക്ഷണം കിട്ടാത്ത പലപ്പോഴും. ഇങ്ങനെ വെറുതെ പോയി പണി മേടിച്ചിട്ട് ആൾക്കാർ നിങ്ങൾ നല്ലവണ്ണം അനുതാപപ്പെട്ടിട്ട് നിങ്ങളെ ദൈവം രക്ഷപ്പെടുത്തും, ഒരു സംശയമില്ല. പക്ഷെ നിങ്ങൾ കരുതലായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം. എന്നാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാതെ വെറുതെ മത്സരം പിടിച്ച് ഇരുട്ട് കൊണ്ട് ഊട്ടടച്ച് പിന്നെയും ഒരു അരിശം കൊണ്ട് ചാടിയിട്ട് പല അരിശം എടുത്തിട്ട് കാര്യമില്ല. അവിടെ കുറച്ച് എല്ലാം നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ മനസ്സ് അംഗീകരിച്ചിട്ട് ദൈവത്തിന് സമർപ്പിച്ചിട്ട് നിങ്ങൾ ഈ എല്ലാ തരത്തിലും ഒരു ദൈവത്തിന് സ്വീകാര്യമായ ഒരു വ്യക്തിയായിട്ട് മാറണം. ഈ നോൻപ് കാലത്ത് ആ ഒരു വലിയ മാറ്റം ഉണ്ടാകണം. മറിയത്തിനുണ്ടായത് എന്താണ്? മറിയം ഇങ്ങനെ കെറിയിച്ചും കർത്താവിനോട് മറുത്ത് ഒക്കെ വീട്ടിൽ തന്നെ ഇരുന്നെങ്കിലും കർത്താവ് അവളെ വിളിക്കാൻ പറഞ്ഞു. അതാണ് ഞാനാണ് കർത്താവ് സത്യമായിട്ട് വിളിപ്പിക്കത്തില്ലായിരുന്നു. ഇരിക്കണൊക്കെ അവിടെ ഇരുന്നിട്ടെന്ന് വിചാരിക്കും. അവൾക്ക് അതിനുള്ള യോഗയില്ലെന്ന് പറയും. പക്ഷെ ഈശോ എന്തോ ഒരു വലിയ ആളാണ്. അവളെ വിളിച്ചു എളിമയോടെ. അവളെ തോപ്പിച്ച് നോക്കിയാ. പക്ഷെ അവളെ വിളിച്ചു. ഇതിൽ മാർത്തായോട് പറഞ്ഞു, മുഴുവൻ അവളോടും പറഞ്ഞു. ഒരു കാര്യമില്ലേ, ഈശോരം പറഞ്ഞാൽ ചോദിക്കുമ്പോൾ മാർത്താടി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ പറഞ്ഞതാണ്, നിങ്ങൾ നിൻ്റെ സഹോദരി ഉയർത്തി നിൽക്കും. അപ്പോൾ മാർത്ത പറയും, അന്തിമനാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തി നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പോഴും മാർത്ത പറഞ്ഞു, ഞാൻ അങ്ങ് ലോകത്തിലേക്ക് വരുന്ന മിസ്സിയായാണെന്ന്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് തീർന്ന ആ ക്ലാസ് കഴിഞ്ഞതാണ്. പക്ഷേ എന്നിട്ട് മറിയാൻ വരുമ്പോൾ വീണ്ടും ഈശോ ആ ക്ലാസ് ആവർത്തിക്കും. അവർക്ക് വേണ്ടി മാത്രം. എന്ത് ഈശോനെ നമുക്കൊരു പിടിയില്ല, അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പോൾ അവൾ പറയും, പക്ഷേ ഉയർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൾ സംസാരിച്ചിട്ടില്ല. ഇവരൊക്കെ ഇരുട്ടത്തെ അട്ടിക്കിട്ടിയ പോലെ, മുത്തുകത്ത് അട്ടിക്കിട്ടിയ പോലെ. എന്താണ് ഇത്രയും തനിക്ക് വേണ്ടി മാത്രം തന്നെ വിളിപ്പിച്ചു, തനിക്ക് വേണ്ടി മാത്രം അത് വീണ്ടും ആ സിലബസിൽ ആ ക്ലാസ് എടുത്തിട്ട് അവസാനം തൻ്റെ ആങ്ങളെ ഉയർപ്പിച്ച് കൈ തന്നില്ലേ. ആ കർത്താവിനോട് താൻ വന്നപ്പോൾ പോയില്ലല്ലോ, താനാണല്ലോ നിജത്രം കാണിച്ചത്, നന്ദികേട് കാണിച്ചതെന്ന് ഓർത്തിട്ട് ഇവർക്ക് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ അവൾ ചെയ്ത അക്കൈ പ്രയോഗമാണ് കർത്താവിനെ വീട്ടിലോട്ട് വിരുന്നിനെ വിളിച്ചിട്ട്, എന്തിനാ ഈ അറിയുമായിരിക്കും ഈ വിരുന്നിനൊക്കെ വിളിച്ചിരിക്കണതേ, വിളിച്ച് അവൾ അത്രയും നാൾ പണി ചെയ്ത കാശിൻ്റെ സുഹൃത്തം എടുത്തിട്ട് കർത്താവിൻ്റെ പാദങ്ങളിൽ ഒഴുക്കി, എന്നിട്ട് തലമുടി കൊണ്ട് തുടച്ച് അവൾ സോറി പറയുന്നതിന് വേണ്ടി ചെയ്ത പരിപാടി അതല്ല, കർത്താവിൻ്റെ നിലവാരത്തിന് പറ്റിയൊരു സോറി ആയിരുന്നത്. നമ്മൾ മാനസാന്തരപ്പെടുന്ന കൊള്ളാം, പക്ഷെ എൻ്റെ മക്കളെ കർത്താവിൻ്റെ നിലവാരത്തിനൊത്ത് മറിയത്തിൻ്റെ മാതൃകയൊരു മാനസാന്തരം വേണം. എന്നാ സൂപ്പറായിരിക്കും. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് അനുദപിക്കാനുള്ള അവസരമാണ്. ഉടമ്പടി 2016 15 ആദ്യം തരുമ്പോൾ
കർത്താവിൻ്റെ ഉടമ്പടിയുടെ അടിസ്ഥാന വചനം എന്തായിരുന്നു അറിയാവോ? എന്താണ്? അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. യെശയ്യാ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ. ആദ്യത്തെ പാപം ചെയ്തവരായിരിക്കാം നമ്മൾ, പക്ഷെ നമുക്ക് അനുതപിക്കാനുള്ള ഇതുപോലുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ അത് കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഹെബ്രായർ 12:17. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആളുടെ കാര്യമാണ്, യേശാവിന്റെ കാര്യമാണ്. ഒരു ഗ്ലാസ് പാൽപ്പായസത്തിന് വേണ്ടി കടിഞ്ഞൽ അവകാശം വിറ്റ ഒരു പന്നിയാണ് ആ മനുഷ്യൻ. അവന് പിന്നീട് ബോധം ഉണ്ടായി. വിശപ്പ് വന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തെ മറന്നു പോയെങ്കിലും വിശപ്പ് കഴിഞ്ഞപ്പോൾ 2 ഏമ്പക്കം വിട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ബോധം വന്നു. പക്ഷെ അങ്ങനെ ബോധം വന്നിട്ട് കാര്യമില്ല. പിന്നീട് പുള്ളി കിടന്ന് കരഞ്ഞ്. പക്ഷെ പിന്നീട് അവകാശം പ്രാപിക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്താ പക്ഷെ വചനം എന്താ പറയണത്? അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. എന്ന് പറഞ്ഞ കണ്ണീരോടെ അവനത് അനുതാപം ആഗ്രഹിച്ചെങ്കിലും അവകാശം ആഗ്രഹിച്ചെങ്കിലും അനുതപിക്കുവാൻ അവന് അവസരം കിട്ടിയില്ല. അപ്പൊ അനുതപിക്കാനുള്ളത് ഒരു അവസരമാണ്. നിങ്ങൾക്ക് ദൈവം ഓരോ അവസരങ്ങൾ തരും. എന്നിട്ട് ആൾക്കാരെന്ത് ചെയ്യും? നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. നാളെ ശരിയാക്കാം. ഞാനിപ്പോൾ തിന്മയിൽ ജീവിക്കുകയാണ്, നാളെ ശരിയാക്കാമെന്ന് പറയും. അത് പ്രഭാഷകൻ എന്താ പറയുക? 7 നാളെ എന്ന് മാറ്റി വെക്കരുത്. ടേക്ക് ദ വിളക്ക് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രഭാഷകൻ 5:7 കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ എന്ന് നീട്ടിവയ്ക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. കർത്താവിന്റെ തിരിയാൻ, ദൈവത്തിലേക്ക് തിരിയാൻ ചില ആൾക്കാരില്ല, പത്രം കൊണ്ടുപോയി അലമാരിയുടെ മോളിൽ വെച്ചിട്ട് കറങ്ങി നടക്കും. അവിടെ ചെന്നപ്പോൾ അച്ഛനെ കണ്ടില്ല. കുമ്പസാരം ഞങ്ങളുടെ നാട്ടിൽ കുമ്പസാരം, ഞങ്ങളുടെ ഇടവക കുമ്പസാരം 1-ാം ഞായറാഴ്ചയും ശനിയാഴ്ചയും 3-ാം ശനിയാഴ്ചയുമാണ്. ഇങ്ങനെയൊക്കെ ഉടായ്പ പറഞ്ഞു നടക്കും. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു എടുത്ത് പറഞ്ഞേ, ഞങ്ങൾ ഇടവകയിലെ അച്ഛന് കുമ്പസാരത്തിന് ഇരിക്കണത് മുഴുവനും 1, 3 പക്ഷേ ഞാൻ എൻ്റെ മക്കളും കൂടി വിളിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണം, എനിക്ക് മക്കൾ കുമ്പസാരിക്കണം. അപ്പം പിന്നെ ഇപ്പം ഞങ്ങൾ ആഴ്ച കുമ്പസാരിക്കും. കണ്ട, അതിൻ്റെ തീഷ്ണതയാണ്. അത് വരുമ്പോൾ കത്തോലിക്കൽ ശ്രദ്ധിക്കുക, മറ്റു സഭക്കാർ അവരുടെ സഭയിലുള്ള വിശുദ്ധീകരണ നടപടികൾ സ്വീകരിക്കുക. പക്ഷേ ഒന്നും മാറ്റി വെക്കരുത്. നിങ്ങളുടെ അലംഭാവം കൊണ്ട്, നിങ്ങളെ പള്ളിയുടെ മുതുകത്ത് പഴിചാരിക്കൊണ്ട് നിങ്ങളെ സ്കൂട്ടാകണതാണ്. ദൈവത്തിന് അറിയാമത് ഉടായ്പാണെന്ന്. അത് ദൈവത്തിരുസേനയിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ മറച്ച് കളിയും ഒളിച്ചു കളിയും നടക്കും. ദൈവത്തിരുസേനത്തിൽ ഒരു നടക്കണില്ല. നിങ്ങളെ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഇന്നത് കൊണ്ടാണ് തീരുമാനിക്കണം ദൈവത്തിന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ മനുഷ്യന്മാരുടെ പെരുമാറുന്ന പോലെ ദൈവത്തിൻ്റെ പെരുമാറി പണി മേടിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ഇതൊരു അവസരമാണ്. അല്പമെങ്കിലും അനുതാപം ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ തോന്നിയാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കാൻ തുടങ്ങിയതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കണം. അല്ലാതെ എനിക്ക് പാപത്തെ, നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പാപത്തെ ദുഃഖം തോന്നിയ അല്ലല്ല സംഭവിക്കണത്. അല്പമെങ്കിലും നിങ്ങൾ ചെയ്തു പോയതിനെ കുറിച്ചൊരു മനസ്താപം നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ അതിൻ്റെ അർത്ഥം സഹായകനായ പരിശുദ്ധാത്മാവ് ഓൾറെഡി അവൻ്റെ ജോലി തുടങ്ങിയെന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനോട് സഹകരിക്കണം. അല്ല, നിങ്ങളെ പരിശുദ്ധ ആൾക്കാർക്ക് അനുതാപമൊക്കെ ഉണ്ടാകും. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാരത് സ്വാഭാവികമായിട്ട് വചനം കേട്ടപ്പോൾ എന്തോ ഉണ്ടായതാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രാർത്ഥിക്കുക. കർത്താവേ, ഇപ്പോൾ എനിക്ക് തോന്നിയ അനുതാപത്തിന്റെ മേൽ ദൈവിക നടപടി ആരംഭിച്ചതായി, ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി ഞാൻ മനസ്സിലാക്കുന്നു. ആത്മാവിന്റെ കൃപയിലും അഭിഷേകത്തിലും നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. എന്താ വിഷയം എന്ന് പറയണത്? അവൻ നമ്മൾ ആരിൽ നിന്നും അകലെയല്ല. അല്ലാതെ ക്രിസ്ത്യാനികളിൽ നിന്നും അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻസിൽ നിന്നും അകലെയല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവൻ നമ്മളിൽ നിന്ന് ആരിൽ നിന്നും അകലെയല്ല. ഈ അനുതാപം ആർക്കെല്ലാം തോന്നിയിട്ടുണ്ടോ ഓർക്കണേ, എന്താണ്?
നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടായാലും ദൈവം നിങ്ങളുടെ അടുത്തുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നടപടി പുസ്തകം 17:27. അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. ദൈവത്തെ കണ്ടെത്തുന്ന ഒരു വഴി എന്താണ്? അനുഭവമാണ്. മനസ്സിലായില്ലേ? നടപടി 17 എന്താ പറയുക? 17:27 എന്താ പറയുന്നത്? ദൈവത്തെ കണ്ടെത്തുന്ന ഒരു വഴി എന്താണ്? അനുഭവമാണ്. അതുകൊണ്ടാണ് ഈ അനുഭവ സാക്ഷ്യമെന്നും പറഞ്ഞ് നമ്മൾ കെട്ടിച്ചാടി നടക്കേണ്ട കാര്യം ഇതാണ്. ദൈവത്തെ മനുഷ്യൻ കണ്ടെത്തണത് ബുദ്ധിപരമായിട്ടുള്ള വ്യായാമത്തിലൂടെയല്ല, ഒരു ടാഞ്ചിബിളായിട്ടുള്ള സ്പർശ്യമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ്. ബുദ്ധിപരമായ വ്യായാമത്തിലൂടെ കണ്ടെത്തുന്നവർ ചിലപ്പോൾ 0% ആയിരിക്കും, 0.1 ഇരിക്കും. പക്ഷേ ബാക്കി 99% ആൾക്കാരും ദൈവത്തെ കണ്ടെത്തുന്നത് സ്വന്തം അനുഭവത്തിലൂടെയാണ്. ഈ അനുഭവത്തിലൂടെ എന്താണ് അനുഭവം? എന്താണ് അനുഭവം എന്ന് പറയണത്? ബേസിക്കായിട്ടുള്ള അനുഭവം എന്ന് പറയണത്, വായിച്ചോളൂ, തലയ്ക്ക് വായിച്ചോളൂ. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിൽ നിന്ന് അകലെയല്ല. അതാ സംഭവം. എങ്കിലും അവിടുന്ന് പറഞ്ഞേ, എങ്കിലും അവിടുന്ന് നമ്മൾ ആരിൽ നിന്നും അകലെയല്ല. അപ്പൊ ഇതാണ് ബേസിക് ഗോഡ് എക്സ്പീരിയൻസ് എന്ന് പറയണത്. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരായാലും ദൈവം നിങ്ങളിൽ നിന്ന് അകലെയല്ല. എന്നാൽ ആരിൽ നിന്നും എന്നാണ് പറയണത്, അല്ലാതെ മറ്റ് ഓരോ വിഭാഗമല്ല പറയണത്. നമ്മൾ അത് ഏതൻസിലെ പ്രസംഗമാണ്. ഏതൻസിൽ ചുരുക്കം ചില യഹൂദന്മാരേ ഉള്ളൂ. പൗലോസിൻ്റെ പ്രസംഗമാണിത്. അവിടെയുള്ളതെല്ലാം ഗ്രീക്ക് വിജാതിയിലാണ് ഉള്ളത്, യഹൂദന്മാരുടെ ജാതിപ്പെടാത്തവരാണ്. അപ്പോൾ കോമൺ പബ്ലിക്കിനോടാണ് പറയണത്, നമ്മൾ ആരിൽ നിന്നും ദൈവം അകലെയല്ല. ഇതെല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും യഥാർത്ഥ ദൈവം നിങ്ങൾ ആരിൽ നിന്നും അകലെയല്ല. അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവം? അകലെ അല്ല എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അടുത്താണെന്നാണ് അർത്ഥം. മനസ്സിലായി? അകലെയല്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അടുത്താണ്. കലവൂര് കൃപാസനത്തിൻ്റെ അകലെ അല്ല എന്ന് വെച്ചാൽ കലവൂര് അമേരിക്കയിലല്ലെന്ന് അതിൻ്റെ അർത്ഥം. അടുത്താണെന്ന് എന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു പരിശ്രമം നടത്തിയാൽ പെട്ടെന്ന് അവിടെ എത്താൻ കഴിയും. അപ്പം ദൈവത്തിൻ്റെ അനുഭവങ്ങളെന്ന് പറയണത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാസന നിധിധ്യാസന സമാധിയിലൂടെ 9 കൊല്ലം കാത്തിരിക്കേണ്ട കാര്യങ്ങളില്ലെന്നാണ് പറയണത്. വളരെ ദൈവത്തിൻ്റെ വളരെ സിമ്പിളായിട്ടാണ് കൊടുക്കണത്. എന്താ കാര്യം? നമ്മൾ ആരിൽ നിന്നും അകലെയല്ല. നമ്മൾ ചെറിയൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ അടുത്തുണ്ട്, തൊടാൻ നമുക്ക് പറ്റും. ഈ പരിശ്രമമായി ചെറിയൊരു പരിശ്രമമാണ് ഉടമ്പടി ചെയ്യണത്. മനസ്സിലായി? ഇപ്പോൾ ഉടമ്പടി ചെയ്യണത് എന്താണ്? ബേസിക്കായിട്ട് നമ്മളിൽ നിന്ന് ആരിൽ നിന്നും അകലെയല്ലാത്ത ദൈവത്തിനെ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെയുള്ള ദൈവത്തിനെ പെട്ടെന്ന് അനുഭവിക്കാനുള്ള ഒരു ചെറിയ സ്റ്റെപ്പാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ഞങ്ങൾ ആരിൽ നിന്നും അകലെയല്ലാത്ത ദൈവത്തെ, അടുത്തുള്ള ദൈവത്തെ അനുഭവിക്കുവാൻ നല്ല ഉടമ്പടി സാക്ഷികളായി മാറാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഇപ്പോൾ യഹബ്രായർ 12:17 നമ്മൾ വായിച്ചതാണ്. എന്താണ്? അനുദപിക്കാനുള്ള അവസരം ഏശാവിന് ദൈവം കൊടുത്തില്ല. കാര്യം ചില ആൾക്കാർക്ക് അനുദപിക്കാനുള്ള അവസരം കൊടുക്കത്തില്ല. എന്താ കാര്യം? ദൈവം അവസരം തന്നാൽ മാത്രമേ അനുതാപം തോന്നത്തുള്ളൂ. ഏശാവിന് അനുതാപത്തിന് അവസരം കൊടുത്തില്ല, അയാൾക്ക് ഒന്നും തോന്നിയില്ലെന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും പാപം ചെയ്യുമെന്നും ഇത് ചുമ്മാ ഒരു അഭ്യാസത്തിന് വേണ്ടി IELTS പാസ്സാകാനോ വീട് വിൽക്കാനോ ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഉടമ്പടി പ്രയോഗമാണ്. അല്ലാതെ ജീവിതത്തിൽ ദൈവത്തെ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അകലെ നിന്നുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റി വയറ്റിപ്പിഴപ്പിന് ജീവിക്കാനാണെന്ന് ദൈവത്തിന് തോന്നിയാൽ നമുക്ക് അനുതാപം തോന്നത്തില്ല. അവസരമാണിത്, പക്ഷേ നമുക്ക് അനുതാപം തോന്നത്തില്ല, നമുക്കത് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ഫീൽ ചെയ്യാൻ ആളാരാണെന്നറിയാവോ? ആദമാണ് ആദ്യത്തെ മനുഷ്യൻ്റെ പക്ഷം. എന്താണ്? അതിന് ദൈവം അവനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? പാപം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അനുസരണം, ദൈവത്തിൻ്റെ വചനത്തോടാണ് അനുസരണം കാട്ടിയത്. ബേസിക്കായിട്ട് എന്താണ് ആദത്തിൻ്റെ പാപം? ഉടമ്പടി വിരുദ്ധമായ പാപമാണ്. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് ഉടമ്പടി, അവൻ പറയണ പോലെ ചെയ്യാത്തതാണ് പാപം. ക്ലിയർ അല്ലേ? പാദത്തിൻ്റെ പാപം എന്താണ്? ഉടമ്പടിയുടെ ബ്രേക്ക്മെൻറ്റാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ദൈവവും മനുഷ്യനും ഉണ്ടായ കാലം മുതലുള്ള നടപടിക്രമം ഉടമ്പടിയാണ്. ചിലപ്പോൾ ഉടമ്പടിയും ദൈവം പറയത്തില്ല, പക്ഷെ പറയണ പോലെ ചെയ്യാൻ പറയും. ആദം പറയണ പോലെ ചെയ്തില്ല, ഉടമ്പടി ബ്രേക്ക് ചെയ്തു. പക്ഷേ ആദത്തിന് എന്ത് പറ്റി? അവസരം കൊടുത്തില്ല.
അവസരം കൊടുക്കാഞ്ഞ കാര്യം ആ കക്ഷിയും അവ്വായും ഒക്കെ എല്ലാം ചില മനുഷ്യർ വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുമെന്നുള്ള ദൈവം തോന്നിക്കഴിഞ്ഞാൽ അനുതാപത്തിൻ്റെ അവസരം പോകും. ഇതൊരു നിസ്സാര കാര്യമല്ല. അവസരം കൊടുത്തില്ലെന്നല്ലേ യേശാവിനെ കുറിച്ച് പറയണത്. അപ്പം നിങ്ങൾക്ക് അനുതാപത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് വരണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കഠിനഹൃദയരാണെന്നൊന്നും അല്ല അർത്ഥം. മറിച്ച് ദൈവം നിങ്ങൾക്ക് അവസരം തരുന്നില്ല, കർത്താവിൻ്റെ ഗുഡ് ബുക്സിലില്ല. ഇത് കയറിപ്പറ്റണമെങ്കിൽ കുറച്ച് പണിയാണ്. പക്ഷേ ഉടമ്പടി വൃത്തിമേനമായിട്ട് ദൈവസ്നേഹത്തോടെ ചെയ്യണമെങ്കിൽ തിരിച്ചു വരാൻ പറ്റും. ഇപ്പം നമ്മൾ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാലുള്ള മരുന്ന് എന്താ? പേപ്പട്ടിയുടെ റാബിസിനെ തന്നെയാണ് കുത്തിവെക്കണത്, ഇല്ലേ? എപ്പോഴും കറണ്ടല്ലോ. പേപ്പട്ടി കടിച്ച ആൾക്കാർക്ക് അതിനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഗോവസൂരി പ്രയോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വസൂരിക്ക് മരുന്ന് കണ്ടുപിടിച്ചില്ലേ? എന്താ കണ്ടുപിടിക്കണത്? വസൂരിയുടെ അണുക്കളെ തന്നെയാണ് കുത്തിവെക്കണത്. അപ്പോൾ അത് ബോഡി പാർട്ടാക്കി മാറ്റിയിട്ട് ബോഡി പാർട്ടിനെ കൊണ്ട് കയറി വന്നിരിക്കുന്ന ഫോറിൻ മാറ്ററിനെ നശിപ്പിച്ച് കളയുന്ന പരിപാടിയാണ്. അതുപോലെ തന്നെയാണ് ഉടമ്പടി ബ്രേക്ക് ചെയ്ത് ദൈവത്തിൻ്റെ വചനം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു റെക്ടിഫിക്കേഷൻ എന്താണ്? ദൈവത്തിൻ്റെ വചനം തന്നെ പാലിച്ചാണ് നമ്മൾ തിരിച്ചു വരുന്നത്. കൈയ്യടിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഉടമ്പടി ദൈവത്തിൻ്റെ വചനം തെറ്റിച്ച് ജീവിക്കുമ്പോൾ, ഉടമ്പടി ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ പാപാവസ്ഥ വരുന്ന, പിന്നെ അതിനെ റീഫണ്ട് ചെയ്യാൻ, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് പിന്നെ അടുത്ത ആൻറ്റി വെനം എന്ന് പറഞ്ഞ സംഭവം എന്താണ്? ഉടമ്പടി പാലിച്ചുകൊണ്ട് ദൈവവചനം നിറവേറ്റുന്നതാണ് ഇതിനെ അതിജീവിക്കാനുള്ള തന്ത്രം. അതാണ് എപ്പോഴും ഉടമ്പടിയിൽ നിന്ന് ദൈവം മാറാത്തതിൻ്റെ കാരണം. അതാണ് ഉടമ്പടി ഒരേ സമയം തന്നെ ആഹാരവുമാണ് മരുന്നുമാണ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ, ചില ആൾക്കാരോട് ഉടമ്പടി എടുത്താൽ തന്നെയും ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ആക്ടിവേറ്റ് ആക്കത്തില്ല, ഇല്ലേ? ആക്ടിവേറ്റ് ആകത്തില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ആർക്ക് വേണമെങ്കിലും എടുക്കാൻ വന്ന് ഇടിച്ചു തല്ലി എടുക്കുക, നേരത്തെ പോകാൻ വേണ്ടി ബഹളം ഉണ്ടാക്കുകയോ വണ്ടിക്കാരെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കൗണ്ടറിനെ ഭീഷണിപ്പെടുത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഉടമ്പടിക്കൊക്കെ എടുക്കാം, പക്ഷേ ആക്ടിവേഷൻ ആക്കുന്നത് വേറെ പ്രിൻസിപ്പിളാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഉടമ്പടിയിൽ ആദ്യമേ തന്നെ കയറി ഞാനങ്ങ് സാക്ഷ്യം പറയത്തില്ല, പിന്നെ അവിടേക്ക് ഒന്ന് ആൾക്കാരെ വിളിച്ചു പോകാനാ, വല്ല പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി എടുക്കണമെങ്കിൽ ദൈവം അത് ആക്ടിവേറ്റ് ആക്കത്തില്ല. കാര്യം ഈ പന്നി വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം കയറി വന്നിരിക്കുന്നതാണ്, ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ദൈവത്തിനെ മഹത്വപ്പെടുത്തുക, മറ്റുള്ളവരെ വിശ്വാസത്തേക്ക് വളർത്തുക, അതൊന്നും ഇവരുടെ പരിപാടിയല്ല. ഇവരുടെ പരിപാടി സ്വന്തം വയറ്റിപ്പഴപ്പ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ ഈ സാധനം ആക്ടിവേറ്റ് ആക്കത്തില്ല. കാര്യം എന്താണ്? ഉടമ്പടി എടുക്കാത്തത് ഇതിന് തുല്യമായിട്ട് നിൽക്കും സാധനം. കാര്യം അവസരം എന്നാണ്. അതാണ് അവസരം. 12-17 എന്താ പറയണത്? അനുദപിക്കാൻ അവസരം നൽകിയില്ല. എന്നിട്ട് അവസരം നൽകേണ്ടത് ആരാണ്? അവസരം നമുക്ക് നൽകേണ്ടത് ആരാണ്? ദൈവമാണ്. അതാണ് പ്രശ്നം. ഈ അവസരത്തിനൊത്ത് വളർന്നില്ലെങ്കിൽ ആ ദൈവം അത് ആക്ടിവേറ്റ് ആക്കത്തില്ല. ആദത്തിൻ്റെ പരിപാടി എന്താ? ആദത്തിനോട് ചോദിച്ചു, ഈ കക്ഷി ഉടമ്പടി ബ്രേക്ക് ചെയ്തല്ല, അപ്പോൾ ദൈവം ചോദിച്ചത് എന്താണ്? നീ എവിടെയാണെന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. ഉൽപ്പത്തി 3:9 എടുത്തേ. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് പറഞ്ഞു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? ഓക്കെ, ക്ലിയർ, തീർന്ന്. ചോദ്യം എത്രയേ ഉള്ളൂ, നീ എവിടെയാണ്? പക്ഷേ ഈ ദൈവത്തിന് അറിയാം നീ എവിടെ ആയിരിക്കേണ്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്, പറഞ്ഞു കൊടുക്കത്തില്ല. കാര്യം എന്താണ്? അയാളെ മാനസാന്തപ്പെട്ടിട്ട് ദൈവത്തെ കഞ്ഞി വെക്കേണ്ട കാര്യമില്ല. കാര്യം അവൻ ചെയ്തിരിക്കുന്ന തിന്മയ്ക്ക് പകരം ദൈവം റീഫണ്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ എല്ലാം നിശ്ചയിച്ച് കഴിഞ്ഞു. മാതാവ് മനസ്സിൽ മാനസപുത്രിയെ പോലെ ജനിച്ചു, ഈശോയുടെ പരിശോധനത്തെക്കുറിച്ച് ദൈവം പ്ലാനിട്ടു. അപ്പോൾ ഈ പന്നി ഇനി മാനസാന്തപ്പെട്ടിട്ട് ദൈവം ഒന്നും കളിക്കാനില്ല. ഇവിടെ എന്താ പ്രശ്നം? നീ എവിടെയാണെന്നാണ് ആദത്തോട് ചോദിക്കുന്നത്. പക്ഷേ ദൈവത്തിനറിയാം ഇവൻ എവിടെ ആയിരിക്കേണ്ടവനാണ്, എവിടെയാണ് ആകേണ്ടതെന്ന് ദൈവത്തിന് അറിയാം. ആ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു, ആദം തിരിച്ചു വന്നേനം. പക്ഷേ അനുദപിക്കാൻ അവന് അവസരം കൊടുത്തില്ല. എന്താ? ആദം എവിടെ ആയിരിക്കണം? അപ്പോൾ എബ്രഹാത്തിനെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മകനെ, ഞാൻ നിൻ്റെ ദൈവമാണ്, നീ എവിടെ ആയിരിക്കണമെന്ന് ഞാൻ പറയാം. നീ എവിടെ ആയിരിക്കണം? നീ എൻ്റെ മുമ്പിലായിരിക്കണമെന്ന്. കൈയടിച്ച് കർത്താവ് അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അതായത് ആദത്തിനോട് ഇത് പറയാമായിരുന്നു, ഇതാണ്, നീ കുറ്റമറ്റവനായിട്ട് വ്യാപരിച്ചാൽ എൻ്റെ മുമ്പിൽ നിനക്ക് വ്യാപരിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആദത്തിനോട് എവിടെയാണെന്നേ ചോദിച്ചുള്ളൂ. പക്ഷേ എവിടെയാണ് ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ കയ്യിൽ ഉത്തരവുണ്ട്. പക്ഷേ ഈ പാവത്തിനോട് അത് പറയണില്ല. പക്ഷേ എബ്രാഹത്തിനോട് പറഞ്ഞു. എന്താ കാര്യം? എബ്രാഹാം
വിശ്വസിക്കുമെന്നും ഉടമ്പടി പാലിക്കുമെന്നും ദൈവത്തിന് അറിയാം. എൻ്റെ ദൈവപൈതലെ, ദൈവത്തിൻ്റെ വചനം ആര് പാലിക്കുമെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അനുദപിക്കാൻ അവസരം നൽകുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഈ 12 ഹെബ്രായർ 12:17 പറയുന്ന യേശാവിന് അനുദപിക്കാൻ അവസരം കൊടുത്തില്ല എന്ന് പറയുന്ന ദൈവ നിലപാട് തന്നെയാണ് ആദത്തിനോട് കാണിച്ചിരിക്കുന്നത്. എന്താണ്? അവന് അനുദപിക്കാൻ അവസരം കൊടുത്തില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അനുദപിക്കാനുള്ള അവസരം കിട്ടിയാൽ ഉടനെ ഈ ഇൻസ്റ്റേഷൻ നടക്കും. അനുതാപത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അവൻ, അതായത് നമ്മളെ കൃപയിൽ എവിടെയായിരുന്നു, ബൈബിള് അവസാനിക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. നീ എവിടെയായിരുന്നെന്ന് ചിന്തിക്കുക, ആ സ്ഥാനത്തേക്ക് നീ തിരിച്ചു വരിക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വെളിപാട് 2:4-5. വെളിപാട് 2-ാം അധ്യായം 4-ാം വാക്യം. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. ആരോടാ ഈ പറയണത്? ഏത് സഭയോടാ പറയണത്? എഫേസോസിലെ സഭയ്ക്ക് എഴുതുന്നതാണ് ഈ വെളിപാട്. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. എന്ന് പറഞ്ഞു. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധംപതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അനുതാപത്തിന്റെ ഒരു പ്രശ്നം അതാണ്. അനുതാപം അത്ഭുതകരമായ ഫലമാണ്. നിന്റെ പഴയ കൃപയിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. കൃപ പുനരുദ്ധരിക്കാനുള്ള ആദ്യ നടപടി എന്ന് പറയുന്നത് അനുതാപമാണ്. ഒരുപക്ഷെ ഞാൻ പറയും അവസാന നടപടി അത് തന്നെയാണ്. നമ്മൾ സ്നേഹമുള്ള ദൈവത്തോട് കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞപ്പോഴാണ് ഒരു രസമുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ മുറി ഇരിക്കരുന്നു. അപ്പോൾ ഒരു ഈച്ച വന്നിട്ട് എൻ്റെ മുഖത്തടിക്കുന്നുണ്ട്. എൻ്റെ മുറിയിൽ അങ്ങനെ ഈച്ച കണ്ട കാര്യമില്ല. പിന്നെ ആരെങ്കിലും ഇവരൊക്കെ കിച്ചൻകാർ കാപ്പിയും കൊണ്ട് കയറുമ്പോൾ അതിൻ്റെ കൂടെ കയറി പോരണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര അലർജിയാണ് ഈ ഈച്ച കാണുന്നത്. ഈച്ച വന്നിട്ട് എൻ്റെ നെറ്റിക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ തട്ടി കളയുന്നുണ്ട്. പിന്നെയും ഞാൻ ഇരുന്നുകൊണ്ട് എഴുതുക വരയ്ക്കുകയൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈച്ച ചെവിയെ വന്നിരിക്കും. അപ്പോൾ ഇവിടെ കൊടുക്കും അടി. അപ്പോൾ പിന്നെ ഈച്ച ഇവിടെ വന്നിരിക്കും. ഈച്ചയുടെ അവസ്ഥ അറിയാമല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സാധനം. അത് നമ്മളെ ടാർഗറ്റ് ചെയ്താൽ പിന്നെ നമ്മൾക്കൊന്നും പോകത്തില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ വിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനുടനെ വിറഞ്ഞാലും ഞാൻ കർത്താവിനെ വിളിക്കും. ഞാൻ പറഞ്ഞു, കർത്താവേ ഈ സാധനം ചത്ത് വീഴണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചത്ത് വീഴണം, ഒറ്റടി ഇട്ട് കൊടുക്കും. എൻ്റെ നെറ്റിക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറയണതാണ്. ഇപ്പോൾ കർത്താവിടെ ഇരിപ്പുണ്ടല്ല. ഇപ്പോൾ മേമ്പൊടി ഈ ആൾക്കാരിങ്ങനെ കൊച്ചു കഥ പറഞ്ഞ പോലെ പറയുകയില്ല, ഉള്ള സത്യം പറയത്തുള്ളൂ. അതായത് ഞാൻ എൻ്റെ നെറ്റിക്ക് വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ എട്ടിനെ അടിക്കാൻ പോവുകയാണ്, ഇത് ചത്ത് വീഴണത് ആണ് നിൻ്റെ തീരുമാനിച്ചെങ്കിൽ ഇപ്പം ചത്ത് വീഴുമെന്ന് പറയും. ഞാൻ ഒറ്റ അടി കൊടുത്ത് എൻ്റെ കണ്ണട 2 കഷ്ണമായിപ്പോയി. എന്തോ പറയാനാണ്. ഞാനും മനോജും ഡ്രൈവറും കൂടി ഉടനെ കണ്ണടയും പിടിച്ച് അത് ഉണ്ടാക്കിയ സ്ഥലത്തേക്ക് പോയി. ചേർത്തല വാങ്ങിച്ച സ്ഥലത്തേക്ക്. ഞാൻ 2 കഷ്ണമായി പോയി നിങ്ങൾ തന്ന കണ്ണട. ഞാൻ അടിച്ചതാണെന്നുള്ളതാണ് സത്യമാണ്. ഞാൻ അവിടെ മറച്ചൊന്നും വെച്ചില്ല. പക്ഷേ ഈ കണ്ണട എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അത് വേറെ കണ്ണട വാങ്ങിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണത് ഇത് ഞങ്ങളുടെ കണ്ണട അല്ലെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്, ഇതെന്ത് പരിപാടി. എനിക്കാണെങ്കിൽ കുറേ ദിവസമായിട്ട് കണ്ണ് കഴക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഈ കണ്ണട വെച്ചിട്ടും എനിക്ക് കണ്ണ് കാണാനൊന്നും പറ്റണില്ല. ഞാൻ അലസത്തിനോട് ചോദിക്കുകയായിരുന്നു ഒരു ദിവസം, അച്ഛൻ എന്താ 2 കണ്ണടയും വെച്ചുകൊണ്ടിരിക്കണമെന്ന്. അതാണ് അലസത്തിന്. അതേ പോകുമ്പോൾ ഞാൻ 2 കണ്ണടയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം, ഒരു കണ്ണട ഓൺലൈനിൽ വരുത്തിച്ച് ഒരു ഈ റീഡിംഗ് ക്ലാസ്, ഈ ക്ലാസ്സിൻ്റെ കൂടെ വേറൊരു റീഡിംഗ് ക്ലാസ് കൂടി വെച്ചിട്ട് പോലും അക്ഷരങ്ങൾ ഡബിളായിട്ട് കാണുന്നു. എന്നാലും വേറെ മാർഗ്ഗമൊന്നുമില്ല, കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, ഇത്രയും നാളല്ലേ അയാൾ മേടിച്ചിട്ട്. ഇനി ഇത് നമ്മൾ പെട്ടെന്ന് വേറെ മേടിക്കുമ്പോൾ ധാരാളിത്തമായി പോകത്തില്ലേ. അതുകൊണ്ട് കണ്ണ് കഴിച്ചെങ്കിലും ഞാൻ കരു അടിച്ചെങ്കിലും ഇങ്ങനെ സഹിച്ചിരിക്കുമ്പോഴാണ് ഈച്ച വരുന്നത്. കൊടുത്തനടി അടി 2 കഷ്ണം. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ ഇത് ഞങ്ങൾ തന്ന കണ്ണടയാണിത്, പക്ഷേ 6 കൊല്ലം മുമ്പ് തന്നതാണ്. അച്ഛൻ 4 മാസം മുമ്പ് ഒരു കണ്ണട ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് ശരിയാ, അതാണ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചോണ്ട് നടക്കണത്. രതീഷ് പറ്റിച്ച പണിയാണ്. ഞാൻ അമേരിക്ക ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ രതീഷ് ഒരു കണ്ണട എടുത്ത് എൻ്റെ ബാഗിൽ വെച്ച് തന്നു. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ എൻ്റെ കണ്ണൊക്കെ കഴക്കുന്നുണ്ട്. തിരിച്ചത് തന്നെ കൊണ്ടു. ഞാനിക്കറിയാൻ പാടില്ല. ഞാനോട് ഇത് തന്നെ എനിക്ക് നമ്മൾ വാങ്ങിച്ച കണ്ണടയെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ അത് വെച്ചിട്ട് നടക്കുകയാണ്. കണ്ണാണെങ്കിൽ കണ്ണ് കാഴ്ച പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഇനി മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ സാധനം അടിച്ച് പൊട്ടിച്ച്. പക്ഷേ കടയിൽ ചെന്നപ്പോൾ അവർ പറയുകയാണ്, ഇത് ഞങ്ങൾ തന്ന 6 കൊല്ലം മുമ്പ് തന്ന കണ്ണടയാണ്. അച്ഛൻ്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞ് ഈ ടെസ്റ്റ് എല്ലാം മാറിയിരിക്കുകയാണ്. അച്ഛൻ്റെത് കണ്ണിൻ്റെ പവർ കൂടിയിട്ടുണ്ട്. ഇത് 6 കൊല്ലം മുമ്പുള്ള പവറാണിത്.
അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്. ഇപ്പോഴത്തെ വേറെയാണ് ഈ കണ്ണട. ഇപ്പോഴത്തെ കണ്ണടയ്ക്കുള്ള ടെസ്റ്റ് അച്ഛൻ 4 മാസം മുമ്പ് നടത്തിയതിൻ്റെ കണ്ണട തന്നിട്ടുണ്ട്. അതിവിടെ ഉണ്ട് നോക്കാൻ പറഞ്ഞ്. ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഉണ്ട് സ്റ്റോറിൽ അത് ഇരിപ്പുണ്ട്. ആ പുതിയ കണ്ണട മേടിച്ചിട്ട് സ്റ്റോറിൽ ഇരിപ്പുണ്ട്. പഴയ കണ്ണടയെ വെച്ച് കണ്ണും കളിച്ച് നടക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈച്ച അല്ലാതെ മാതാവ് ഒരു പണി ചെയ്യിക്കണത് എന്താണ്? ഞാൻ കണ്ണട മാറ്റുകയെന്ന് അമ്മയ്ക്കറിയാം. കണ്ണട കാശ് കൊടുത്ത് മേടിച്ച സാധനം മാറ്റുകയില്ല. അതുകൊണ്ട് ഈ സാധനം തല്ലിപ്പൊട്ടിച്ചാൽ മാത്രമേ ആ പഴയ കണ്ണടത്ത് വെക്കത്തുള്ളൂ, കണ്ണട അന്വേഷിക്കത്തുള്ളൂ. നോക്കിയേ, ദൈവം എന്തുമാത്രമാണ് മനുഷ്യനെ സ്നേഹിക്കണത്. ഇത് നിങ്ങളുടെ എല്ലാ ജീവിതത്തിലുണ്ട്, എല്ലാ ജീവിതത്തിലുണ്ട്. ഒരു കാര്യം പോലും, നിങ്ങളുടെ നിസ്സാര കാര്യം പോലും നമുക്ക് ഈ അനുതാപം ഉണ്ടാകണം. എങ്ങനെയാണ്? ദൈവസ്നേഹത്തെക്കുറിച്ച് അനുഭവിച്ച് കഴിയുമ്പോഴാണ് ഇത്ര നല്ല ദൈവത്തോട് ഞാൻ അപരാധം, ആ വാക്ക് കേട്ടില്ല എന്ന് നോക്കണം. അവിടെ ഒരു അനുതാപം. അപ്പം അനുതാപം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകത്തില്ല. എങ്ങനെ ഉണ്ടാവും? ദൈവസ്നേഹം കൂടണം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, എനിക്ക് അനുതാപം ഉണ്ടാകാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സഹായം ഇപ്പൊ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയണം, സഹായകനായ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, എന്നെ കർത്താവ് സ്നേഹിച്ച അതല്ല എന്നെ അനുസ്മരിപ്പിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് പറഞ്ഞ സഹായകനായ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, എന്നെ കർത്താവ് സ്നേഹിച്ച സാഹചര്യങ്ങളെയും സമയങ്ങളെയും എന്നെ അനുസ്മരിപ്പിച്ച് തരണമേ. അപ്പൊ അത് ഇന്ന ജാതി എന്നൊന്നുമില്ല, ആരെ വേണമെങ്കിലും ദൈവം സഹായിക്കും. നമുക്കൊരു അനുതാപം ഉണ്ടായാൽ മതി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം പറഞ്ഞ കക്ഷിയുടെ പേര് അതായത് സ്മിത മാർട്ടിൻ. സ്മിത മാർട്ടിൻ്റെ പ്രശ്നം, അവൾക്ക് അധികം പൈസയൊന്നും ഇല്ല. IELTS എഴുതി കുറച്ച് കാശ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി IELTS എഴുതണോ അതോ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്നാണ് സ്മിത ചോദിക്കണത്. അപ്പോൾ അത് ഓഫീസിൽ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾക്കൊരു ചീട്ട് വേണം, അച്ഛനെ കാണണം, അച്ഛനോട് ചോദിക്കണം IELTS എഴുതണോ അതോ ഞങ്ങൾ വേറെ വല്ല കോഴ്സും ചെയ്യണം, മെസ്സേജ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്മിതയ്ക്ക് ഉടമ്പടി ഇല്ലാത്ത കൊണ്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞ് നീ ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ, നീ 18 വയസ്സ് കഴിഞ്ഞതല്ലേ, നീ ആദ്യം ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വിഷയം സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ അമ്മയ്ക്ക് ഉടമ്പടി ഉണ്ട്. പക്ഷേ ഇത് ഇവളുടെ പ്രൈവറ്റ് കേസായത് കാരണം അവൾക്ക് വയസ്സ് 18 കഴിഞ്ഞ കാരണം ഉടമ്പടി എടുക്കാൻ ബാധ്യതയാണ്. അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഉടനെ വീണ്ടും പറഞ്ഞു നമുക്കിനി മെസ്സേജ് ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് ഇല്ലല്ലോ, ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിലല്ലേ അച്ഛൻ്റെ അടുത്ത് വരാൻ പറ്റത്തോ, രേഖ വേണ്ടേ. അപ്പോൾ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ വരാം. അപ്പോൾ എന്തിൻ്റെ ഹോൾ ടിക്കറ്റാണ് അറിയത്തില്ല, എങ്ങനെ അറിയും? അപ്പോൾ പറഞ്ഞ് അപ്പോൾ അമ്മയും അവളെ കൊണ്ട് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യേ. അമ്മയും അവളെ കൊണ്ട് ഡിസ്കസ് എങ്ങനെയാണ് നമ്മൾ IELTS എടുക്കണം. അപ്പോൾ അവൾ പറഞ്ഞ് അമ്മ പറയണം ഞാൻ എടുത്തോളാം, കാരണം കാശ് കുറേ ചിലവാകും, 30-35,000 രൂപ ചിലവാകും. അപ്പോൾ അമ്മ പറയും ഇനിയും കാശ് കളയാൻ ഞാൻ കുടുംബത്തിലുണ്ട്. അപ്പോൾ അമ്മ പറയാം ഞാൻ എടുക്കത്തില്ല, അപ്പനോട് ചോദിക്കണ്ടേ. അപ്പോൾ പറഞ്ഞ് നമ്മൾ ജയിക്കുമെങ്കിൽ എടുത്താൽ മതിയല്ലേ, നമ്മൾ ജയിക്കുമെങ്കിൽ IELTS എടുത്താൽ മതിയല്ലേ, വെറുതെ കാശുകളുടെ കാര്യമുണ്ട്. അത് മകൾ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയും എടി നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ അമ്മ നമ്മളോട് പറയും എന്തെടുക്കണമെന്ന്, നീ നോക്കിക്കൂ എന്ന് പറയും, നീ നോക്കിക്കോ. അപ്പോൾ അമ്മയ്ക്ക് ദർശനവരം കിട്ടി ഉടനെ. അതാ പറയണത്, ഈ ദർശനവരം എന്നൊക്കെ പറയണത് നിങ്ങൾ ഓർക്കണം, ദൈവത്തെ ആത്മാർത്ഥവും അനുതാപത്തെ അന്വേഷിക്കുന്ന എല്ലാവരും ദൈവം സഹായിക്കും. നമ്മുടെ വിഷയം സഹായമല്ലേ. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അമ്മയെ സഹായിച്ചു, അമ്മയ്ക്കൊരു ബോധ്യം കിട്ടി. അമ്മ ഉടനെ പറഞ്ഞു നീ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോ, നീ എടുക്കേണ്ട വിഷയം പരിശുദ്ധ അമ്മ കൃപാസൻ മാതാവ് തന്നെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഇവൾ പറഞ്ഞ് എനിക്ക് മനസ്സിലായി, എന്നോടും അമ്മ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞു നിന്നോട് എന്താ അമ്മ പറഞ്ഞത്? അല്ല അമ്മയോട് എന്താ പറഞ്ഞത്? അപ്പോൾ എന്നോട് പറഞ്ഞത് ഇപ്പം നീ ഉടമ്പടിയുടെ താഴെ വന്നിട്ട് മാതാവിന് അവിടെ പോകുകയല്ലേ, പ്രദക്ഷിണത്തിൽ പോകുകയല്ലേ, അപ്പം മാതാവിന് നിൻ്റെ കൈ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നീ IELTS എടുക്കണമെന്നാണ്. അതാണ് അമ്മക്ക് കിട്ടിയ വെളിപാട്. ഉടനെ ഇവൾ പറയും എനിക്കും കിട്ടിയത് അതാണ് അമ്മ എന്ന് പറയും മാതാവിന്. പക്ഷെ മാതാവിനെ കിട്ടാൻ പാടാണ്. 25 പേരുണ്ട് ആ ഗ്രൂപ്പിൽ. 25 പേരിൽ ഇവൾക്ക് ഇവളെടുക്കണ ലോട്ടിൻ്റെ അകത്ത് മാതാവ് ഉണ്ടാകണം. ആ ഒരൊറ്റ തെളിവേ ഉള്ളൂ. അപ്പോൾ ഇവർ ചെന്ന് ഇവളുടെ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അവൾ അവിടെ സ്റ്റേജിൽ പോയി ലോട്ട് കിട്ടിയപ്പോൾ ഇവൾക്ക് മാതാവിനെ കിട്ടി. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാതാവിനെ പിടിച്ചുകൊണ്ട് മുത്തുക്കൂടെ താഴെക്കൂടി വരുമ്പോൾ അമ്മ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വെച്ചാൽ അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ മകളുടെ കൈ മാതാവ് ഇരിക്കണം. എൻ്റെ അമ്മയെന്നും പറഞ്ഞ് ഇവർ പെശര് പോലെ ഓടിച്ചെന്ന് മാതാവിനെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ച്. അമ്മേ ഞങ്ങളെ വിട്ടു പോയിട്ടില്ലല്ലേ. അപ്പോൾ പറഞ്ഞു ഇനി എത്ര 1000 രൂപ പോയാലും കുഴപ്പമില്ല, നമ്മളായിട്ട് പാസ്സാകുന്നു. അതാ വിഷയം. അത് തീരുമാനം കണ്ട ഇത് അന്തർദർശനം എന്ന് പറയും.
അന്നാളുകളിൽ നിങ്ങളുടെ യുവാക്കന്മാർ സ്വപ്നങ്ങൾ ദർശനങ്ങൾ കാണുമെന്ന് പറഞ്ഞില്ലേ? പിതാക്കന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകുമെന്ന്. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണത്. ഒന്ന് എടുത്ത ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജോയൽ 2:28. ജോയൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതെന്ന് പറയുന്നത് സഹായമാണ്, നമ്മുടെ സബ്ജക്റ്റ് സഹായമല്ലേ. അപ്പൊ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ദൈവം നമ്മളെ സഹായിക്കുകയാണ്. അപ്പൊ സഹായിക്കണം ഉടമ്പടിയിലാണെങ്കിലുണ്ടല്ലോ സഹായം പെട്ടെന്ന് കിട്ടണത്. എന്താ കാര്യം? അപ്പൊ അമ്മയ്ക്കും മകൾക്കും ഒരേ സമയം തന്നെ ദർശനം കൊടുത്തു. ഞാനാണ് നിങ്ങളുടെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനം കറക്റ്റായിരിക്കുമെന്ന്. പക്ഷേ ഇവൾ തോറ്റുപോകും, IELTS എഴുതി. അപ്പോൾ ഇവർക്ക് അപ്പനെയും മകൾക്കും അമ്മയ്ക്കും എല്ലാം സങ്കടം. പക്ഷേ അപ്പം പറയും നോ നോ നോ, അമ്മ പറഞ്ഞിട്ടല്ലേ നമ്മൾ IELTS എടുത്തത്. അപ്പോൾ നിങ്ങളിങ്ങനെ വിശ്വാസിച്ച് നിൽക്കണ കാണുമ്പോൾ ഒരാൾ വന്ന് ചോദിക്കും എന്താ സങ്കടം ഇങ്ങനെ IELTS തോറ്റു എന്ന് പറയാം. തോറ്റു എന്ന് പറയുമ്പോൾ അത് റീവാലുവേഷൻ കൊടുത്താൽ പോരെ. അപ്പോൾ റീവാലുവേഷൻ ഉണ്ടാകും കൊടുക്കുക. അത് ഇവർക്ക് അറിയത്തില്ല, എല്ലാവർക്കും അറിയാം, പക്ഷേ ഇവർക്ക് അറിയത്തില്ല റീവാലുവേഷൻ കൊടുക്കണമെന്ന്. റീവാലുവേഷൻ കൊടുക്കണമെങ്കിൽ പിന്നെ അത്രയും കാശ് തന്നെ അടക്കണം. അത്രയും അടക്ക് വീണ്ടും നമ്മൾ ഈ പേപ്പർ അല്ലെങ്കിൽ സൈറ്റ് നോക്കാൻ കൊടുക്കണം. അപ്പോൾ അത്രയും പൈസ അടച്ചിട്ട് അപ്പം പറയും കുഴപ്പമില്ല, മാതാവാണല്ലേ നമ്മളോട് IELTS എടുക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് റീവാലുവേഷൻ കൊടുക്കുമ്പോൾ ഇപ്പം നീ എഴുതിയപ്പോൾ തോക്കുമെന്ന് ഉറപ്പല്ലേ, എഴുതിയപ്പോൾ തോറ്റു. ഇനി നീ റീവാലുവേഷൻ ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിൻ്റെ കഴിവല്ല, അമ്മയുടെ കൃപയാണെന്ന്. അതുപോലെ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴുണ്ട് അവൾ ജയിച്ച്. അപ്പോൾ ഇതൊരു സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഉടമ്പടി എന്ന് ഓരോ ഉടമ്പടിയും ഓരോ ദൈവാനുഭവത്തിൻ്റെ സുവിശേഷമാണ് എല്ലാം. പക്ഷേ ഇത് ഫോളോ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻറ്റേരിയം പീരീഡിന് വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റായിട്ട് ദൈവമായിട്ട് നിങ്ങൾ നീങ്ങിയാൽ ഇതുപോലുള്ള വലിയ കാര്യങ്ങൾ ദൈവമായിട്ട് നിങ്ങളായിട്ട് ചെയ്യത്തില്ല. ഇതിപ്പോൾ ദർശനങ്ങളിലേക്ക് പോയില്ല, അവർ പ്രവചനങ്ങളിലേക്കും ദർശനങ്ങളിലേക്കും പോകണില്ല. വലിയ കാര്യങ്ങളാണ്. ഇതിന് വലിയ കാര്യങ്ങളെന്നാണ് പറയണത്. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും ഇതിനൊക്കെ വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണുകയും ചെയ്യും.